നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ GSTR 1, ദെൻ GSTR 3B. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് GSTയിലെ QRMB എന്ന സ്കീമാണ്. QRMB എന്ന് പറഞ്ഞാൽ QRMB മീൻസ് ക്വാർട്ടേർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ക്ലിയർ? ക്വാർട്ടേർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺസ് ആയ GSTR 1ഉം GSTR 3Bയും നമുക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടേർലി മീൻസ് 3 മാസം കൂടുമ്പോൾ ഫയൽ ചെയ്യാം. പക്ഷേ ടാക്സ് എമൗണ്ട് നിർബന്ധമായിട്ടും മന്ത്ലി പേ ചെയ്യണം. ഇതാണ് ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത. അപ്പൊ QRMB എന്ന് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ റിട്ടേൺ ഫോം ആണെന്ന് ചിന്തിക്കരുത്. QRMB ഇസ് നോട്ട് എ ന്യൂ റിട്ടേൺ ഫോം. ഇതൊരു പുതിയ ഫോം ഒന്നുമല്ല. ഇതെന്താണ്? റിട്ടേൺ ഫയലിംഗിലെ ഒരു പുതിയ സിസ്റ്റമാണ് QRMB. ക്ലിയർ? ഓക്കെ. റിട്ടേൺ ഫയലിംഗിലെ ഒരു പുതിയ സിസ്റ്റമാണ് QRMB. അല്ലാതെ QRMB ഒരു പുതിയ ഫോം ഒന്നുമല്ല. നോർമലി മന്ത്ലി ചെയ്യുന്ന 1ഉം 3Bയും ക്വാർട്ടേർലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് QRMB. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയേ, GSTR 1ഉം GSTR 3Bയും നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? മന്ത്ലി ചെയ്യുന്നു. നിങ്ങൾ QRMB സ്കീം പ്രകാരമാണ് എങ്കിൽ ക്വാർട്ടേർലി ആണ് ഈ GSTR 1ഉം 3Bയും ചെയ്യേണ്ടത്. ദെൻ പറയുന്നു എലിജിബിലിറ്റി ഫോർ QRMB. QRMB ആരൊക്കെയാണ്, അല്ലെങ്കിൽ QRMB സ്കീം ആർക്കൊക്കെ ചൂസ് ചെയ്യാം? ഈ QRMB സ്കീം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മന്ത്ലി GSTR 1ഉം 3Bയും ചെയ്യുമ്പോൾ സാധാരണയുള്ള ചെറുകിട ബിസിനസ്സുകാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. കാരണം ഒരു മാസം 2 പ്രാവശ്യം റിട്ടേൺ ഫയലിംഗ് വരുന്നു. അപ്പൊ അവർക്ക്, കാരണം ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊപ്പറേറ്റർ, അതിന്റെ ഓണേഴ്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്കത് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അവർക്കത് വളരെ കോംപ്ലിക്കേഷനും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചെറുകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്മാൾ ടാക്സ് പേയേഴ്സിനായിരിക്കും QRMB എന്ന സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഈ സ്മാൾ ടാക്സ് പെയർ എന്ന് GSTയിൽ പറയുന്നത് ആരെയാണ്? ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ, ടോട്ടൽ ടേൺ ഓവർ, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദ പ്രിസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ, കടന്നുപോയ വർഷം അവരുടെ ടേൺ ഓവർ എമൗണ്ട് 5 കോടിക്ക് ബിലോ ആയിരുന്നുവെങ്കിൽ, പ്രീവിയസ് ഇയറിൽ 5 കോടിക്ക് മേൽ ടേൺ ഓവർ കടന്നു പോയിട്ടില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ വർഷം കറണ്ട് ഇയറിൽ QRMB സ്കീം ഓപ്റ്റ് ചെയ്ത് GSTR 1ഉം 3Bയും മന്ത്ലി പകരം ക്വാർട്ടേർലി ചെയ്തു പോകാൻ സാധിക്കും. ആൻഡ് ഹി ഷുഡ് ഹാവ് സബ്മിറ്റഡ് ദ റിട്ടേൺ ഡ്യൂ ഫോർ ദ പ്രിസീഡിംഗ് മന്ത് ബിഫോർ എക്സൈസിങ് ദ ഓപ്ഷൻ. ഈ വർഷം അല്ലെങ്കിൽ ഈ പീരീഡിൽ QRMB ചൂസ് ചെയ്യും മുമ്പ് പ്രീവിയസ് പീരീഡിലെ റിട്ടേൺസ് ഒക്കെ പെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും റിട്ടേൺസ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ക്ലിയർ ചെയ്യുക. ഓക്കെ എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ സ്മാൾ ടാക്സ് പേഴ്സിന് വേണ്ടിയാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. 5 കോടിക്ക് ബിലോ പ്രീവിയസ് ഇയർ ആയിരുന്നവർക്കാണ് ഈ വർഷം ഈ സ്കീം എടുക്കാൻ സാധിക്കൂ. ഈ സ്കീം ചൂസ് ചെയ്യും മുമ്പ് പ്രീവിയസ് പെൻഡിങ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സ്കീം ചൂസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നു ടൈം ഫോർ ഓപ്റ്റിംഗ് QRMB ഫോർ എനി ക്വാർട്ടർ. നമുക്ക് ഏത് ക്വാർട്ടറിലാണ് ഈ സ്കീം എടുക്കേണ്ടത്? അപ്പോൾ ഈ സ്കീമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? അതിന്റെ ആ ഒരു ടൈം പീരീഡ് എങ്ങനെ വരുന്നു? ഇവിടെ പറയുന്നു ഈ QRMB സ്കീം ഏതെങ്കിലും ഒരു ക്വാർട്ടറിലേക്ക് വേണ്ടി നമ്മൾ QRMB സ്കീം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് മുതൽ എന്ന് വരെ ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്വാർട്ടർക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം എന്നാ പറയുന്നു. ഇവിടെ പറയുന്നു ഫസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് മന്ത് ഓഫ് പ്രിസീഡിംഗ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കിവിടെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തേക്കാണ്, ഈ ക്വാർട്ടറിലേക്ക് വേണ്ടി നമുക്ക് QRMB ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ
പ്രിസീഡിങ് ക്വാർട്ടർ ഏതാ? അതിന് മുമ്പത്തെ ക്വാർട്ടർ ഏതാണ്? ഏപ്രിൽ മുതൽ ജൂൺ അല്ലേ? അതെ. ആ ഏപ്രിൽ ജൂൺ എന്ന പ്രിസീഡിങ് ക്വാർട്ടറിന്റെ സെക്കൻഡ് മന്തിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മന്ത് ഏതാ? ഏപ്രിൽ മെയ്. മെയ് 1 ഫസ്റ്റ് ഡേ. ക്ലിയർ? അന്ന് മുതൽ ടു, എല്ലാരും മ്യൂട്ട് ചെയ്യുക, അൺമ്യൂട്ട് ആകരുത്. ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അൺമ്യൂട്ട് ആക്കി ഇടുന്നേ. ഓക്കെ, സോ എല്ലാവരും കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ അൺമ്യൂട്ട് അല്ല എന്ന് ഉറപ്പുവരുത്തുക. അറിയാതെ അൺമ്യൂട്ട് ആയി പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം ക്ലാസ്സിന് വരും. അപ്പോൾ എല്ലാവരും സെൽഫായിട്ട് ചെക്ക് ചെയ്യുക, നിങ്ങൾ അൺമ്യൂട്ട് അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഡൗട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ അല്ലേ? അപ്പോ ഈ ജൂലൈ സെപ്റ്റംബർ എന്ന കറണ്ട് ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടറിലേക്ക് QRMB സ്കീം വേണമെന്നുള്ളവർക്ക് പ്രീവിയസ് ക്വാർട്ടറിന്റെ സെക്കൻഡ് മന്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രീവിയസ് അല്ലെ, ഇതാണ് പ്രിസീഡിങ് ക്വാർട്ടർ, ഏപ്രിൽ ടു ജൂൺ. സെക്കൻഡ് മന്ത് ഏതാ? ഏപ്രിൽ മെയ് ജൂൺ. ഇപ്പൊ മെയ് മന്തിന്റെ ഫസ്റ്റ് ഡേ അന്ന് മുതൽ ടു ഉണ്ടല്ലോ, അന്ന് മുതൽ ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് മന്ത് ഓഫ് ദ ക്വാർട്ടർ. ഏത് ക്വാർട്ടറിലേക്ക് നമുക്ക് വേണ്ടത്? ജൂലൈ ടു സെപ്റ്റംബർ അല്ലേ? ആ ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്തിന്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ജൂലൈ 31. അപ്പോ മെയ് 1 മുതൽ ജൂലൈ 31 വരെ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? QRMBക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കറണ്ട് ക്വാർട്ടറിൽ നമുക്ക് QRMB സ്കീമായിട്ട് പോകാൻ സാധിക്കൂ. ഓക്കെ, ഇതാണ് QRMBന്റെ ടൈം എന്ന് പറയുമ്പോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നമുക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്ന ക്വാർട്ടറിലേക്ക് QRMB ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ മുതലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? പ്രീവിയസ് അല്ലെ, പ്രിസീഡിങ് ക്വാർട്ടർ ഏതാ? ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലെ? അപ്പൊ സെക്കൻഡ് മന്ത് ഫസ്റ്റ് ഡേ നവംബർ 1 മുതൽ അല്ലെ, കറണ്ട് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്തിന്റെ ഫസ്റ്റ് ഡേ, സോറി ലാസ്റ്റ് ഡേ അല്ലെ, ജനുവരി 31. ശരിയല്ലേ? അപ്പൊ നവംബർ 1 മുതൽ ജനുവരി 31 ആണ് ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു QRMB ഓപ്റ്റ് ചെയ്യാനുള്ള ടൈം പീരീഡിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കാം. ഹലോ സർ. ഓ പറയൂ. സർ കേൾക്കാവോ സർ? ആ കേൾക്കാം, പറയൂ. ഹലോ. ആ പറയൂ. അല്ല, താങ്കളുടെ വോയിസ് ക്ലിയർ അല്ല, അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. സർ ഇപ്പൊ കേൾക്കാവോ സർ? ആ ഇപ്പൊ ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഡിസംബർ ജാനുവരി സർ കണക്ക് പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ റീസെന്റ് ഒരു ക്വാർട്ടറിൽ അപ്ലൈ ചെയ്ത നവംബർ സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞില്ലേ? നവംബർ 1 മുതൽ ജനുവരി 31. റിപ്പീറ്റ് ചെയ്യോ? അതായത് ഇതിന് ഈ ഒരു ക്വാർട്ടറിന് പകരം ജൂലൈ സെപ്റ്റംബറിന് പകരം ജനുവരി മാർച്ച് എന്ന ക്വാർട്ടർക്ക് QRMB വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. സെയിം റൂൾ ആണ്. പ്രിസീഡിങ് ക്വാർട്ടറിന്റെ സെക്കൻഡ് മന്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ, അതായത് പ്രിസീഡിങ് ക്വാർട്ടർ ഏതാ? ഒക്ടോബർ ഡിസംബർ. സെക്കൻഡ് മന്ത് ഏതാ? നവംബർ ഫസ്റ്റ് ഡേ. നവംബർ 1 മുതൽ ഏത് ക്വാർട്ടറിലേക്കാ വേണ്ടത്? ജനുവരി ടു മാർച്ച്. സോ ആ ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്തിന്റെ ലാസ്റ്റ് ഡേ ജനുവരി 31. ആ ഒരു കണക്ക് പറഞ്ഞുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ സർ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. ഹലോ. ഓ പറയൂ സാർ, ഈ ഇപ്പൊ കറന്റ് ക്വാർട്ടറിന്റെ എന്ന് പറഞ്ഞാൽ ഫയൽ ചെയ്യുന്നതാണോ അതോ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നതാണോ? നമുക്ക് QRMB സ്കീം വേണമെങ്കിൽ, ക്ലിയർ അല്ലേ? ആ വേണമെങ്കിൽ അതിന് വേണ്ടി മാത്രം. ഓക്കെ നെക്സ്റ്റ് 3 മാസം നമുക്ക് ഇവിടെ ഈ QRMBക്ക് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി മാർച്ച് ഏപ്രിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വാർട്ടർക്ക് QRMB സ്കീം പ്രകാരം പോകാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക. കറന്റ് ക്വാർട്ടറിന്റെ സെക്കൻഡ് മന്ത് തൊട്ട് അടുത്ത ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് ലാസ്റ്റ് ഡേ വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ദിവസം അല്ലേ? അതെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി.
നമുക്കിനി QRB സ്കീമാണ് നമ്മൾ ഇപ്പോൾ ഈ ക്വാർട്ടറിൽ നമുക്കത് വേണ്ട എങ്കിൽ നമുക്ക് ഇതേ പോലെ എന്ത് ചെയ്താൽ മതി. ടൈം ലിമിറ്റ് ഫോർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് QRB ഓൾസോ സെയിം കേട്ടോ. നെക്സ്റ്റ് ക്വാർട്ടർ എനിക്ക് QRB വേണ്ട, മന്ത്ലി ആണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് മന്ത് ഫസ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ലാസ്റ്റ് ഡേ അതിനുള്ളിൽ ചെയ്താൽ മതി, ഓപ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്കറിയാം GSTR 1ഉം GST 3Bയും ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ GSTR 1 ക്വാർട്ടേർലി QRB സ്കീമിൽ GSTR 1ന്റെ ഫയലിംഗ് പറയുന്നത്. ഇറ്റ് ഷാൾ ബി ഫയൽഡ് ക്വാർട്ടേർലി. നമുക്കറിയാം ക്വാർട്ടേർലി ആണ് ചെയ്യേണ്ടത്. ബിഫോർ 13th ഓഫ് ദ മന്ത് സക്സീഡിങ് ദ ക്വാർട്ടർ. അതായത് ഫോർ എക്സാമ്പിൾ ഏപ്രിൽ ജൂൺ ആണ് ആ ക്വാർട്ടർ എങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ എന്ന 3 മാസം ആ ക്വാർട്ടറിന്റെ GSTR 1 എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് അല്ലേ, അതായത് ജൂലൈ മാസം 13th മുമ്പാണ് ചെയ്യേണ്ടത്. സോ ലോജിക്ക് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് 13th ആണ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 1 ഫോർ പ്രീവിയസ് ക്വാർട്ടർ. ലോജിക്ക് ഓക്കെ അല്ലേ? അതായത് ഡ്യൂ ഡേറ്റ് നമ്മൾ മന്ത്ലി ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് 11th അല്ലേ ഡ്യൂ ഡേറ്റ് വരുന്ന 1ന്റെ. അപ്പോൾ QRB പ്രകാരം ക്വാർട്ടേർലി GSTR 1 ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് 13 ആയിരിക്കും ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ. ഇനി അവിടെ പറയുന്ന കാര്യം ഫയലിംഗ് IFF ആണ്. IFF എന്നും ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ സപ്പോസ് മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആൾക്ക് ഏപ്രിൽ മാസം ഒരു സെയിൽ നടത്തി സങ്കല്പിക്കുക. ഇവിടെ എ എന്ന് പറയുന്ന സപ്ലയർ QRB ആണ്, ബി എന്ന കസ്റ്റമർ നോർമൽ മന്ത്ലി സ്കീമാണ്. എ എന്ത് ചെയ്യുന്നു? എ QRB ആയതുകൊണ്ട് തന്നെ GSTR 1 എന്നാ ചെയ്യുന്നേ? ജൂലൈ 13ാം തീയതിക്കുള്ളിൽ ചെയ്യുന്നു. സംശയമില്ലല്ലോ. നെക്സ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് 13th ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് കറണ്ട് ആ ഒരു ക്വാർട്ടറിന്റെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. അങ്ങനെ ചെയ്യുമ്പോൾ ദെൻ നമ്മുടെ മിസ്റ്റർ ബിയുടെ GSTR 2A 2Bയില് എപ്പോ ആയിരിക്കും അപ്ഡേറ്റ് ആവുന്നത്? ജൂലൈ മന്ത്. ശരിയല്ലേ? അറിയാലോ, ജൂലൈ മന്തേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അതായത് ബിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏപ്രിൽ മാസം എന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണത് അല്ലേ? അപ്പോ ആ പർച്ചേസിന്റെ ഇൻപുട്ട് ടാക്സ് ബിക്ക് എന്നേ അവൈലബിൾ ആവത്തുള്ളൂ? ജൂലൈ മാസമേ 2Bയിൽ അത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ബി എന്ന് പറയുന്ന ആൾ മന്ത്ലി സ്കീമുമാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ആൾക്ക് ഏപ്രിൽ മാസം 3Bയിൽ ടാക്സ് അടയ്ക്കേണ്ടതുമാണ്. അപ്പൊ ആ ഇൻപുട്ട് ടാക്സ് ഏപ്രിൽ മാസം കിട്ടിയാൽ മാത്രമേ ബി എന്ന് പറയുന്ന ആൾക്ക് അവരുടെ ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കൂ. ഇതിപ്പോ ജൂലൈ മാസമേ ആ ഇൻപുട്ട് കിട്ടത്തുള്ളൂ. കാര്യം എന്താ? സപ്ലയർ ആയ QRB ആയതുകൊണ്ട്. ലോജിക് ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ മിസ്റ്റർ ബിക്ക് എന്താ വേണ്ടത്? ITC മന്ത്ലി ആവശ്യമുണ്ട്. എന്തിനാ? ആ ഏപ്രിൽ മന്തിന്റെ ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ ആ ഏപ്രിൽ മന്തിന്റെ 3Bയിൽ ആ ഇൻപുട്ട് ആവശ്യമുണ്ട്. അപ്പോ എന്ത് ചെയ്യണം? IFF എന്ന ഫോം ഫയൽ ചെയ്യണം. IFF എന്ന് പറഞ്ഞാൽ ഇൻവോയിസ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്ന് പറയും. ഓക്കെ, അതായത് when a person file GSTR 1 on a quarterly basis, ഇവിടെ എന്ത് ചെയ്യുന്നു? ക്വാർട്ടേർലി ആണ് GSTR 1 ഫയൽ ചെയ്യുന്നത്. ദ രജിസ്റ്റേർഡ് കസ്റ്റമർ, അതായത് ബി അല്ലേ, വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ITC ഓൺ മന്ത്ലി ബേസിസ്. ആ ഏപ്രിൽ മന്ത് ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC ക്ലെയിം എടുക്കാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? കാര്യം എന്താ? ഇറ്റ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റിംഗ് 2A 2B. 2Aയിലും 2Bയിലും ആ ഇൻപുട്ട് റിഫ്ലക്ട് ആവത്തില്ല ഏപ്രിൽ മന്തിന്റെ. എപ്പോൾ മാത്രമേ ആവത്തുള്ളൂ? ജൂലൈ മന്തിന്റെ 2A 2Bയിലെ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ in order to avoid such difficulties, such person may upload the invoice details. അപ്പോൾ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ആർക്ക്? കസ്റ്റമർക്ക്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻവോയ്സ് മന്ത്ലി അപ്ലോഡ് ചെയ്യണം. ആര്? സപ്ലയർ. അതിനു വേണ്ടിയാണ് IFF എന്ന ഫോം കൊണ്ടുവന്നിരിക്കുന്നത്, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി.
ഈ എ എന്ത് ചെയ്യുക, ബിക്ക് നടത്തിയ സെയിൽസ് IFF-ലൂടെ GSTR1 എന്തായാലും ക്വാർട്ടറിൽ ചെയ്യത്തുള്ളൂ, ജൂലൈ മാസം 13 ചെയ്യത്തുള്ളൂ. പക്ഷേ മന്ത്ലി ബി എന്ന കസ്റ്റമർക്ക് ITC കിട്ടാൻ വേണ്ടി മാത്രം ബിക്ക് നടത്തിയ സെയിൽസ് ഇൻവോയ്സുകൾ മാത്രം എന്ത് ചെയ്യുക, മന്ത്ലി ചെയ്യണം സപ്ലയർ ആയ എ. അങ്ങനെ മന്ത്ലി ചെയ്യാൻ വേണ്ടിയാണ് GSTR1 പകരം സെയിൽസ് മന്ത്ലി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, IFF എന്ന പുതിയ ഫോം കൊണ്ടുവന്നു, ഇൻവോയ്സ് ഫണ്ട്ഷിപ്പ് ഫെസിലിറ്റി. ഹവർ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഫോർ 2 months ഓഫ് ദ ക്വാർട്ടർ. ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ 3 മാസമുണ്ട്, നമുക്ക് ആദ്യത്തെ 2 മന്ത് മാത്രമേ IFF-ന്റെ ആവശ്യം വരുന്നുള്ളൂ. കാര്യം എന്താ, മൂന്നാമത്തെ മന്തായ ജൂൺ മന്തിന്റെ സെയിൽസ് നമുക്ക് ജൂലൈ 13 ചെയ്താൽ മതി. ഏതിൽ, GSTR1-ൽ. ഫസ്റ്റ് 2 മന്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് കാര്യങ്ങൾ കസ്റ്റമർക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി മാത്രം മന്ത്ലി IFF-ൽ കാണിക്കാം. ആൻഡ് തേർഡ് മന്ത് ഓഫ് ദ ക്വാർട്ടർ ഷാൾ ബി അപ്ലോഡ് ഇൻ GSTR1 ഡയറക്ട്ലി. നോ പ്രോബ്ലം. ഓക്കെ ആണോ? IFF ഓപ്ഷണൽ ആണ്, നിർബന്ധമൊന്നുമില്ല ചെയ്യുന്ന കാര്യം. അതായത് QRB സ്കീം എടുത്ത ആൾക്ക്, സപ്ലയർ എ എന്ന ആൾക്ക് IFF മന്ത്ലി ചെയ്യുക നിർബന്ധമുള്ള കാര്യമല്ല. കസ്റ്റമർക്ക് ഇൻപുട്ട് മന്ത്ലി നിർബന്ധമായി വേണം. ആ കാരണത്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, IFF മന്ത്ലി ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് മന്ത് ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ, അതിൽ ഫസ്റ്റ് മന്ത് ഏതാ, ഏപ്രിൽ മന്ത് അല്ലേ. എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ദ ഇൻവോയ്സ് ഫ്രം ഫസ്റ്റ് ഓഫ് സെക്കൻഡ് മന്ത് അല്ലെ ടിൽ 13th ഓഫ് സെക്കൻഡ് മന്ത്. അതായത് ഏപ്രിലിന്റെ സെയിൽസ് ഇൻവോയ്സ് മെയ് നെക്സ്റ്റ് മന്ത് അല്ലെ, മെയ് മാസം 1 മുതൽ 13 എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്യുന്നു. ഏതിൽ, IFF-ൽ. അപ്പോ നെക്സ്റ്റ് മന്ത് 13th ആണ് ഡ്യൂ ഡേറ്റ്. ഏതിനു വേണ്ടി, IFF-ലൂടെ സെയിൽസ് ഇൻവോയ്സ് അപ്ലോഡ് ആക്കാൻ വേണ്ടി ഡ്യൂ ഡേറ്റ്. ഇനി GSTR1 ഇൻവോയ്സ് അപ്ലോഡഡ് യൂസിങ് IFF നോട്ട് ബി അപ്ലോഡ് അഗെയിൻ. ആ 2 മന്ത് അല്ലെ, അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് നമ്മൾ IFF-ൽ അപ്ലോഡ് ആക്കിയ ഇൻവോയ്സ് ഇനി GSTR1 ആ 3 മാസം കഴിയുമ്പോൾ ചെയ്യുമല്ലോ, ജൂലൈ 13 അപ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വീണ്ടും ആ 1-ൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മന്ത്ലി IFF കാണിച്ച കാര്യം വീണ്ടും ക്വാർട്ടറിൽ GSTR1-ൽ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ഡേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ സെക്കൻഡ് മന്ത്, അതായത് മെയ് മാസം, മെയ്യിന്റെ സെയിൽസ് കാര്യങ്ങൾ നെക്സ്റ്റ് മന്തായ ജൂൺ മാസം എന്ത് ചെയ്യുന്നു, അതായത് മൂന്നാമത്തെ മാസത്തെ അല്ലെ 13 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഏതിൽ, IFF-ൽ. ക്ലിയർ? ഇവിടെ വീണ്ടും പറയുന്നു, ആ സെക്കൻഡ് മന്തായ മെയ് മാസത്തെ ഇൻവോയ്സ് IFF കാണിച്ചു, അത് വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൂന്നാമത്തെ മാസം GSTR1 ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും അപ്ലോഡ് ആക്കേണ്ട ആവശ്യമില്ല. തേർഡ് മന്ത് ആവുമ്പോൾ, അതായത് മീൻസ് ജൂൺ മാസം ആവുമ്പോൾ IFF-ന്റെ ആവശ്യമുണ്ടോ, ഇല്ല. എന്ത് ചെയ്താൽ മതി, ഇൻവോയ്സ് നമുക്ക് GSTR1-ൽ കാണിക്കാം. ഫസ്റ്റ് 2 months ഓഫ് ദ ക്വാർട്ടർ ആണ് IFF-ന്റെ ആവശ്യം. നിർബന്ധമുണ്ടോ, ഇസ് ഓപ്ഷണൽ ആണ്. കസ്റ്റമർക്ക് ഇൻപുട്ട് മന്ത്ലി ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതായത് കസ്റ്റമർക്കുള്ള സെയിൽസ് മന്ത്ലി IFF കാണിക്കുക. അപ്പോൾ IFF-ൽ നിന്നും കസ്റ്റമറിന്റെ 2A 2B-ലേക്ക് ആ ഇൻപുട്ട് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. ഓക്കെയാണ് ഈ പറഞ്ഞ പോയിന്റ്? ആ പറയൂ. ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ QRMP സ്കീമില് രജിസ്റ്റർ ചെയ്ത ആള് ഇപ്പൊ മൂന്നാമത്തെ മാസം ഏപ്രിൽ മെയ് ജൂണത്തത് ജൂലൈ 13th അപ്ലോഡ് ചെയ്യാ? അതെ അതെ അതെ. പക്ഷെ അപ്പൊ ഈ റെസിപ്പിന്റെ നോർമൽ ടാക്സ് പെയർ ആണെങ്കിൽ അയാൾക്ക് GSTR1 എങ്ങനെയാ അപ്പൊ കാണല? 11th 1-ലോ 2B-ലോ? 2B 2B-ൽ കാണുക. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, അതായത് എന്താ പറഞ്ഞേ, ഈ കസ്റ്റമറിന്റെ 2B എന്ന് വരെ ആയിരിക്കും ഓപ്പൺ അല്ലേ. അതായത് റിലവന്റ് മന്തിന്റെ 12 മുതൽ അല്ലെ നെക്സ്റ്റ് മന്ത് 11 വരെ ആയിരിക്കും അല്ലെ ആ മന്ത് 2B ഓപ്പൺ ആയി നിൽക്കുക കസ്റ്റമർക്ക് അല്ലെ. 11-ന് ശേഷം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് 2B-യിലേ പോകത്തുള്ളൂ. അപ്പൊ പഠിച്ചു ഇല്ലേ നേരത്തെ, ഓർമ്മയുണ്ടല്ലോ? യെസ്. പക്ഷെ നമ്മൾ ആ പഠിച്ച സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇതാണോ? ഇതല്ല. QRMP ആണെങ്കിൽ
ഈ 12-ന് പകരം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ കറണ്ട് മന്തിന്റെ 14 മുതൽ സക്സീഡിങ് മന്തിന്റെ 13 വരെ സമയമുണ്ട് 2ബിക്ക്. ക്ലിയർ ആണോ? ആ ആ അതായത് ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഇപ്പൊ ബയർ നോർമൽ അതാണെങ്കിലും ഇതിൽ ആൾക്ക് ഐറ്റീസ് കിട്ടും അല്ലെ? ഇപ്പൊ ഏപ്രിൽ മന്തിന്റെ സങ്കല്പിക്കുക. ഏപ്രിൽ ആ മന്തിന്റെ GSTR1 സപ്ലയർ QRMB അല്ലേ? അപ്പോ ആ മെയ് മന്ത് 13-ാം തീയതിക്കുള്ളിലാണ് IFF ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ മെയ് 13-ന് IFF ചെയ്യുകയാണ് സങ്കല്പിക്കുക. ക്ലിയർ? ഓക്കെ ആ ഓക്കെ. അപ്പോ ഇവിടെ കസ്റ്റമറിന്റെ ഏപ്രിലിന്റെ 2ബി എന്ന് മുതൽ എന്ന് വരെ ഓപ്പൺ ആയിരിക്കും? ഏപ്രിൽ 14 മുതൽ മെയ് 13 വരെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതിനുള്ളിൽ സപ്ലയർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ മെയ് 13-ാം തീയതി ആണ് IFF സപ്ലയർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും മെയ് 14-ാം തീയതി 2ബിക്കകത്ത് ആ ഇൻപുട്ട് അവൈലബിൾ ആയിരിക്കുമല്ലോ ഏപ്രിൽ മന്തിന്റെ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഇനി കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് എക്സാമ്പിൾ കാണിക്കാം. ക്ലിയർ അല്ലേ? നമ്മൾ അന്ന് ചെയ്ത പോലത്തെ ഒരു ചാർട്ട് QRMBന്റെ ഡേറ്റ് വെച്ച് കാണിക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ അല്ലേ? ശരി. സർ ഓക്കെ. ഓ പറയൂ സർ ഐ ഹാവ് സം ഡൗട്ട്. പറയൂ. ബിക്ക് ആണെങ്കിലേ അത് അമെന്റ്മെന്റ് ചെയ്തൂടെ? പിന്നെ റീക്ലെയിം ചെയ്തൂടെ? ഇത് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയാണ് ഉദ്ദേശിക്കുന്നത്? മന്ത്ലി നമ്മൾ എന്ത് ചെയ്യും? പേ ചെയ്യൂലേ? മന്ത്ലി അത് നമ്മൾ IFF സെയിൽസ് കാണിക്കും അല്ലേ? അതല്ലേ സെയിൽസ് ഉദ്ദേശിക്കുന്നത്? കാണിച്ചില്ല. അതെ, സെയിൽസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ക്ലെയിം ചെയ്തൂടെ? അതായത് ഈ ജൂലൈ 13-ാം തീയതി ഓട്ടോമാറ്റിക്കലി ഇവരുടെ സിസ്റ്റത്തിൽ വരും. അതെ. അപ്പൊ സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും ക്ലെയിം ചെയ്തൂടെ സർ? അല്ല, ജൂലൈ മാസം 13-ാം തീയതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജൂലൈ മാസം 13 ചെയ്യുകയാണെങ്കിലേ ജൂലൈ മാസം 14-ാം തീയതി ആയിരിക്കുമല്ലോ കസ്റ്റമറിന് 2ബിയിലെ ഇൻപുട്ട് പോകുന്നത്. അതെ. അപ്പൊ ജൂണിന്റെ 3ബി ചെയ്യുമ്പോൾ മാത്രമല്ലേ ആ ഇൻപുട്ട് കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പക്ഷേ അല്ലാതെ അമെന്റ്മെന്റ് ചെയ്തൂടെ സർ? എന്ത് അമെന്റ്മെന്റ്? മന്ത്ലി എടുക്കാമെന്നാണോ? ആ 2ബിയിൽ വരാതെ എടുക്കാൻ പാടില്ലല്ലോ. 2ബിയിൽ വന്നാലേ എടുക്കാൻ പറ്റൂ. ക്ലിയർ അല്ലേ? തുബില് അങ്ങനെ വരത്തില്ല അല്ലേ സർ? ഇല്ല, കാരണം സപ്ലയർ 3 മാസം ആകുമ്പോൾ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഏപ്രിൽ മന്ത് ചെയ്താൽ മാത്രമല്ലേ ഏപ്രിലിലെ 2ബിയിൽ വരത്തുള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രോബ്ലം. സപ്ലയർ QRB ആകുമ്പോൾ 3 മാസം ആകുമ്പോൾ സപ്ലയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ 3 മാസം ആകുമ്പോൾ കസ്റ്റമർ 2ബിയിൽ ആ ഇൻപുട്ട് പോകത്തുള്ളൂ. അപ്പോൾ 3 മാസം ആകുമ്പോൾ മാത്രമേ ആ ഇൻപുട്ട് കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അവിടുത്തെ പ്രോബ്ലം വരുന്നത്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് IFF കൊണ്ടുവന്നിരിക്കുന്നത്. സപ്ലയർക്ക് എന്ത് ചെയ്യാം? കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം മന്ത്ലി സെയിൽസ് മന്ത്ലി കാണിച്ചു പോകാം. കസ്റ്റമർക്ക് മന്ത്ലി ഇൻപുട്ടും കിട്ടും. ക്ലിയർ അല്ലേ? കസ്റ്റമർ വെയിറ്റ് ചെയ്താലേ ഒരുപക്ഷെ 3 മാസം കഴിഞ്ഞ് റീക്ലെയിം ചെയ്തൂടെ? ആ കസ്റ്റമർക്ക് മന്ത്ലി ഇൻപുട്ട് വേണ്ട എങ്കിൽ കസ്റ്റമർ പറയും നിങ്ങൾ മന്ത്ലി IFF ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് 3 മാസം ആകുമ്പോൾ ഇൻപുട്ട് മതി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഇല്ല. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയി സർ. അതാണ് പറഞ്ഞ് സപ്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ IFF നിർബന്ധമുള്ള കാര്യമല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. IFF എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. ഓക്കെ. കേട്ടല്ലോ, IFF ഓപ്ഷണൽ ആണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, യെസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, ഈ IFF-ൽ അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 50 ലക്ഷം വരെ മാത്രമേ മന്ത്ലി IFF ചെയ്യാൻ പറ്റൂ കേട്ടോ. മാക്സിമം 50 ലക്ഷമാണ് ലിമിറ്റ് പറയുന്നത്. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യമുള്ള കസ്റ്റമർക്ക്, ഇപ്പൊ എന്തായാലും ഈ ചെറുകിട ബിസിനസ്സുകാരല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്കീം എന്ന് പറയുമ്പോൾ. അപ്പോൾ മാക്സിമം 50 ലക്ഷം, അതിൽ കൂടുതൽ വന്നാൽ മന്ത്ലി IFF ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നോക്കും സപ്ലയർ QRMB ആണോ. സപ്ലയർ QRMB ആണെങ്കിൽ ആ സപ്ലയറിന്റെ പർച്ചേസ് ചെയ്താൽ മന്ത്ലി ഇൻപുട്ട് കിട്ടത്തില്ല എന്ന പേടിയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും കസ്റ്റമർക്ക്. അപ്പൊ ആ ഒരു ഇഷ്യൂസ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് IFF-ന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ IFF-ലോട് സപ്ലയർ മന്ത്ലി സെയിൽസ് കാണിക്കുമെങ്കിൽ സപ്ലയർ QRMB ആയ എന്താ പ്രശ്നം? കസ്റ്റമർക്ക് മന്ത്ലി ഇൻപുട്ട് കിട്ടുമല്ലോ. ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. QRB അന്നത്തെ പോലെ, അന്ന് നമ്മൾ മന്ത്ലി സ്കീം പറഞ്ഞേ.
ഇവിടെ നോക്കിയേ, സബ്മിറ്റ് GSTR1 ഓർ IFF ആണ്. ഇവിടെ IFF നമ്മളിപ്പം ഏപ്രിൽ എന്നൊരു എക്സാമ്പിൾ എടുക്കാം. ഏപ്രിൽ മന്തിന്റെ കേസ് പറയുന്നത് അന്നത്തെ പോലെ ഏപ്രിൽ മന്തിന്റെ സെയില് മെയ് മന്ത് 13-ാം തീയതിയാണ് IFF ചെയ്തിരിക്കുന്നത്. QRMB ആകുമ്പോൾ ഇതിപ്പോ IFF ആയിരിക്കുമല്ലോ. ദെൻ ഏപ്രിൽ ജൂൺ എന്ന ക്വാർട്ടർ സങ്കല്പിക്കുക. ഏപ്രിൽ ജൂൺ എന്ന ക്വാർട്ടറാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഏപ്രിലിന്റെ സെയില് മെയ് 13-ാം തീയതി IFF കാണിച്ചു, IFF അപ്ലോഡ് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ ആകുമ്പോൾ കസ്റ്റമറിന്റെ 2 ഏത് മന്തിന്റെ 2 അപ്ലോഡ് ആവും? ഉറപ്പായിട്ട് കസ്റ്റമർക്ക് ഏപ്രിലിന്റെ 2 കാണാൻ പറ്റും. എന്ന് കാണാൻ പറ്റും? അന്ന് തന്നെ കാണാൻ പറ്റും അല്ലേ? ക്ലിയർ? 2 ഏപ്രിലിന്റെ 2 കാണാൻ പറ്റും. എന്ന് കാണാൻ പറ്റും? 2 എന്ന് മുതൽ അപ്ഡേറ്റ് ആവുന്നേ? മെയ് 14 മുതൽ അപ്ഡേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ 13 അല്ലേ? മന്ത്ലി സ്കീമാണ് സപ്ലയർ എങ്കിൽ 11 നെക്സ്റ്റ് മന്ത്. അപ്പൊ അവിടെയാണ് ഇവിടെ നമുക്ക് പറയാം കസ്റ്റമറിന്റെ 2B എന്ന് മുതൽ എന്ന് വരെ ഓപ്പൺ ആയിരിക്കും കട്ട് ഓഫ് ഡേറ്റ്. അതിനുള്ളിൽ സപ്ലയർ ചെയ്യണമല്ലോ. ആ റിലവന്റ് മന്ത്, അതായത് ഏപ്രിൽ മന്തിന്റെ 14 മുതൽ മെയ് മന്തിന്റെ 13 വരെ ആണ് ആ ഒരു കസ്റ്റമറിന്റെ 2B ഓപ്പൺ ആയി നിൽക്കുക. അപ്പോൾ ഇവിടെ മെയ് 13-ന് ചെയ്തു. സോ മെയ്യിന്റെ 2B കാണാൻ പറ്റും. എന്ന് മുതൽ 14th മെയ് 14-നാണല്ലോ ഇത് കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇനി സപ്ലയർ IFF മെയ് 13 അല്ല, മെയ് 14 ചെയ്തേ. ലേറ്റായി ചെയ്തു. മെയ് 14. അപ്പൊ 2 നോക്കണം. 2 അറിയാലോ. ഓക്കെ, മെയ് 14 ആകുമ്പോ ഏപ്രിലിന്റെ 2B ക്ലോസ് ആയി. കാരണം ഏപ്രിലിന്റെ 2B എന്ന് വരെ ഉള്ളൂ? ഏപ്രിൽ 14 മുതൽ മെയ് 13 വരെ ഉള്ളൂ അല്ലെ? അപ്പൊ മെയ് 14 മുതൽ ജൂൺ 13 വരെ ഏതായിരിക്കും ഓപ്പൺ ആയി നിൽക്കുക? മെയ്യിന്റെ 2B ആണ്. അപ്പൊ സപ്ലയർ മെയ് 14-ാം തീയതി ചെയ്താൽ കസ്റ്റമറിന്റെ മെയ്യിന്റെ 2B അപ്ഡേറ്റ് ആവത്തുള്ളൂ. മീൻസ് ജൂൺ 14th. ഓക്കെ ആണോ? ഓക്കെ, സംശയം ഉണ്ടോ? ക്ലിയർ? ഇനി സപ്ലയർ ഏപ്രിലിന്റെ സെയില് എന്നാ ചെയ്തേ? ജൂൺ 12-നാ ചെയ്തേ. ജൂൺ 12-ാം തീയതി എന്ന് പറയുമ്പോൾ ഏത് മന്തിന്റെ 2B ഓപ്പൺ ആയിരിക്കും? നമുക്കറിയാം അല്ലെ? മെയ്യിന്റെ 2B ഓപ്പൺ ആയിരിക്കും. മെയ് 2B എന്ന് വരെ ഉണ്ട്? ജൂൺ 13 വരെ ഉണ്ട്. ക്ലിയർ? സോ 14 ജൂൺ അപ്ഡേറ്റ് ചെയ്യും. സപ്ലയർ ജൂൺ 14-നാ ചെയ്തെങ്കിലോ? ജൂൺ 14 എന്ന് പറയുമ്പോൾ ഏത് മന്തിന്റെ 2B ഓപ്പൺ? ജൂൺ 14 മീൻസ് ജൂണിന്റെ 2B ഓപ്പൺ അല്ലേ? അതായത് മെയ്യിന്റെ 2B എന്ന് അവസാനിച്ചു, ജൂൺ 13 അവസാനിച്ചു. ജൂൺ 14 മുതൽ ജൂലൈ 13 വരെ എന്താ ഓപ്പൺ? ജൂണിന്റെ 2B. ക്ലിയർ അല്ലേ? സോ ജൂലൈ 14 കാണാൻ പറ്റും. സംശയമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ പറയുന്ന നോട്ട് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 13th ഓഫ് ദ നെക്സ്റ്റ് മന്ത് അല്ലെ? നെക്സ്റ്റ് മന്ത് 13-ന് ശേഷം നോ ഇൻവോയ്സ് ഷാൾ ബി അപ്ലോഡഡ് യൂസിങ് IFF-ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം GSTR1 ആണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ നമുക്ക് IFF എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് 13 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അതായത് ഇപ്പൊ നമ്മുടെ നോക്കിയേ, ഇവിടെ 13-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റൂ? സപ്ലർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. 14th ഇതിന്റെ എക്സാമ്പിൾ പർപ്പസ് ആണ്. 14th മെയ് എന്ന് പറയുമ്പോൾ അന്ന് IFF ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇതിപ്പോ എക്സാമ്പിൾ വേണ്ടി പറഞ്ഞു കേട്ടോ, ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്ക് ഏപ്രിലിന്റെ സെയില് സപ്ലയർക്ക് മെയ് 13-നുള്ളിൽ മാത്രമേ IFF ചെയ്യാൻ പറ്റൂ. കാരണം മെയ് 14-ാം തീയതി ആകുമ്പോൾ IFF ഓപ്പൺ ആയിരിക്കത്തില്ല. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രമേ ഇവിടെ പറഞ്ഞിരിക്കുന്നേ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയുന്ന പോയിന്റ്, യൂസിങ് IFF മാക്സിമം ഇൻവോയ്സ് എമൗണ്ട് 50 lakh വരുന്നത് കേട്ടോ.
ഒരൊറ്റ ഇൻവോയ്സ് എമൗണ്ട് ഒന്നും അല്ല, ടോട്ടൽ 50 ലക്ഷം വരെ മാത്രമേ IFFലൂടെ ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? Then ഈ IFFലൂടെ നമുക്ക് രജിസ്റ്റേർഡ് പേഴ്സണ് ഉള്ള ഇൻവോയ്സ് മീൻസ് B2B അറിയാലോ. B2B ആണ് കാണിക്കേണ്ടത്. കാര്യം എന്താ? B2B അല്ലേ ആവശ്യമുള്ളൂ, കസ്റ്റമർക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയല്ലേ. B2C സെയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതായത് ഈ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നമ്മൾ സെയിൽസ് ഇൻവോയ്സിന് പുറമെ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യാം, അവിടെ കാണിക്കാം. ദെൻ അടുത്ത്, a person opting for QRMB shall not be eligible to file GSTR1 or IFF if he has not submitted 3B for last tax period. പ്രീവിയസ് പീരീഡിൽ 3B ചെയ്തിട്ടില്ല എങ്കിൽ ഈ കറണ്ട് പീരീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 1 IFF ചെയ്യാൻ പറ്റില്ല. നോർമൽ കേസ് അറിയാലോ. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ GSTR1 ബന്ധപ്പെട്ട് QRBയിൽ പറയുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, ഞാൻ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കൊരു സംശയം. GSTR1 സെയില്, GSTR2 എന്ന് പറയണ പർച്ചേസ് അല്ലേ, 3B എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇതാണോ? ഈ GS3B എന്ന് പറഞ്ഞാൽ മന്ത്ലി ടാക്സ് അടയ്ക്കുന്ന ഫോമാണ് 3B കേട്ടോ. നമുക്ക് മന്ത്ലി GSTR1 ചെയ്യും 3B ചെയ്യും. 1ൽ സെയിൽസ് മാത്രം കാണിക്കുന്നു, 3Bയിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നു. ക്ലിയർ? 2B എന്ന് പറയുമ്പോൾ പർച്ചേസ്. 2B എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ് നമ്മുടെ GSTR1 കാണിക്കുമ്പോൾ അത് നമ്മുടെ കസ്റ്റമർ അല്ലേ, കസ്റ്റമർക്ക് അത് പർച്ചേസ് ആണല്ലോ. അപ്പൊ അവരുടെ പർച്ചേസ് ആയിട്ട് അവരുടെ 2Aയിലും 2Bയിലും ഓട്ടോമാറ്റിക് പോകും. ക്ലിയർ? അപ്പൊ നമ്മുടെ പർച്ചേസ് നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടല്ലോ, കസ്റ്റമർ അപ്ലോഡ് ചെയ്യുന്നതിന്റെ റിവ്യൂ നോക്കിയാൽ മാത്രം മതിയല്ലോ. നമ്മുടെ പർച്ചേസ് നമ്മുടെ സപ്ലയറിന്റെ 1ലൂടെ നമ്മുടെ 2A 2B കാണാൻ പറ്റും. ക്ലിയർ? നമ്മുടെ സെയിൽസ് നമ്മുടെ 1ലൂടെ നമ്മുടെ കസ്റ്റമറിന്റെ 2Aയിൽ 2Bയിൽ കാണാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ആ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ, അത് ക്ലിയർ ആവും. ഓക്കെ, ഇതിന്റെ സംശയം വിളിച്ച് ചോദിച്ചാൽ മതി. ശരി, ഓക്കെ. പറയൂ. ഫസ്റ്റ് ക്ലാസ് ചോദിക്കേണ്ട ഡൗട്ട് ആയിരുന്നു. ഇതിപ്പോ GST എടുക്കേണ്ട ക്രൈറ്റീരിയ ഇപ്പൊ എങ്ങനെയാണ്? മീൻസ് എത്ര രജിസ്ട്രേഷൻ ടേൺ ഓവർ? 20 ലക്ഷം. ഗുഡ്സ് ആണ് 40 ലക്ഷം, സർവീസ് 20 ലക്ഷം വരുന്നത് കേട്ടോ. അങ്ങനെയല്ലേ? അതെ. ശരി, താങ്ക് യു. ശരി. ഹലോ സർ. ഓ പറയൂ. ഒരു ഡൗട്ട്. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിപ്പോ നമുക്ക് അതായത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ അസറ്റ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാലോ, ഒരു പ്രോബ്ലം ഇല്ല. ക്ലെയിം ചെയ്യാം, ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാം. ആ മന്തിനെ ക്ലെയിം അതിപ്പോ ചെയ്യാം. എത്ര എമൗണ്ട് ഒക്കെ ആണെങ്കിലും എത്ര എമൗണ്ട്, എത്ര മുതലായാലും എത്ര വരെയാണെങ്കിലും ക്ലെയിം ചെയ്യാം. അതെ. ഓക്കെ. കാരണം നമുക്ക് ഇപ്പൊ ഒരു സാധനം മേടിക്കുമ്പോൾ അത് ഒരു എക്സ്പെൻസ് ആണെങ്കിലും ക്ലെയിം ചെയ്യാം, അസറ്റ് ആണെങ്കിലും ക്ലെയിം ചെയ്യാം. അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ മേടിച്ചു, ഒരു 5000 രൂപ വരുന്നുള്ളൂ. അത് നമുക്കൊരു അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, ആ കാൽക്കുലേറ്ററിന്റെ എമൗണ്ട് ഒരു 300 രൂപ വരുന്നുള്ളൂ. ആ 300 ആണെങ്കിൽ പോലും അതൊരു അസറ്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്രോബ്ലം ഇല്ല, നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. കാര്യം എന്താ, എക്സ്പെൻസിന്റെ മേലുള്ള ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കും കേട്ടോ. ആ ലോജിക്ക് എടുത്താൽ മതി. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ഒരു ഡൗട്ടേ, ഒരു GSTR എടുക്കണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽ നടക്കുന്ന ആളിന് വേണം GST രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രജിസ്ട്രേഷന്റെ ടിയർ ഞാൻ വേറെ ക്ലാസ് എടുക്കും കേട്ടോ. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിനിടയിൽ പറഞ്ഞാൽ എല്ലാം കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? ശരി. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ശരി. ദെൻ QRMB സ്കീമിൽ
GST 3B പറ്റിയ പറയുന്നത് ഇവിടെ. GST 3B. ഇറ്റ് ഷാൾ ബി ഫയൽഡ് ഓൺ ക്വാർട്ടർലി ബേസിസ് വരുന്നേ. ഓക്കെ. ദെൻ 3B മന്ത്ലി സ്കീം ആണെങ്കിൽ 3B എന്ന ഡ്യൂ ഡേറ്റ് വരുന്നേ നെക്സ്റ്റ് മന്ത് 20 വരുന്നേ, 20 വരുന്നേ. QRB ആകുമ്പോൾ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് 4ാമത്തെ മാസം എന്നാ ചെയ്യേണ്ടത് ചോദിച്ചാൽ 2 ഡേറ്റ് പറയുന്നു. 22nd ഓഫ് ദ മന്ത് നെക്സ്റ്റ് ക്വാർട്ടറിന്റെ ഫസ്റ്റ് മന്ത് 22nd 24th ഉണ്ട്. ഈ കാണുന്ന സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ 22nd ഈ കാണുന്ന സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ 24th വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതില് കേരള ഇതിലാ വരുന്നത്. സോ 22nd വരും. നമുക്ക് എന്താ 22nd ഓഫ് മന്ത് ആണ് QRMB ആണെങ്കിൽ 3B ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ. Then payment of tax under QRB പറയുന്നത് even though returns GSTR 1 and 3B to be filed quarterly, the person shall pay tax monthly. അപ്പൊ QRMB എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 3B എന്ന റിട്ടേൺസ് ക്വാർട്ടർലി ചെയ്യുക, ടാക്സ് മന്ത്ലി പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ പറയുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മന്ത് ഓഫ് ദ ക്വാർട്ടർ. ആ ക്വാർട്ടർ ഇപ്പൊ ഏപ്രിൽ ജൂൺ ആണെങ്കിൽ ഏപ്രിലും മെയ്യും ഫസ്റ്റ് 2 മാസത്തെ 2 മാസം എന്ത് ചെയ്യുക? ടാക്സ് 2 മാസത്തെ പേയ്മെന്റ് എങ്ങനെ ചെയ്യുന്ന പറയുന്നത് ഇവിടെ. ഡ്യൂ ഡേറ്റ് ഫോർ ദീസ് 2 മന്ത് ഇസ് 25th ഓഫ് നെക്സ്റ്റ് മന്ത്. അതായത് നമുക്കറിയാം GST 3B എന്ന ഫോമിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യാം. നമ്മൾ നോർമൽ സ്കീമാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഏപ്രിൽ മെയ് ജൂൺ ഇതൊരു 3 മാസമാണെങ്കിൽ ഈ 3 മാസത്തെ 3B 4ാമത്തെ മാസം 22nd or 23rd ചെയ്യുന്നത് അല്ലേ? അറിയാലോ. അപ്പോ മന്ത്ലി ടാക്സ് അടയ്ക്കുകയും വേണം. അപ്പോ ഫസ്റ്റ് 2 മന്ത് ഏപ്രിൽ മെയ് 3ാമത്തെ മാസത്തെ ടാക്സ് നമുക്ക് 3Bയിൽ അടയ്ക്കാം, പ്രോബ്ലം ഇല്ല. പക്ഷെ ഫസ്റ്റ് 2 മന്തിന്റെ ടാക്സ് നമ്മൾ എങ്ങനെ അടയ്ക്കും? അതിന് വേറെ ഫോമൊക്കെ ഉണ്ട്. ആ ഫോമിന്റെ പേരാണ് PMT 06. PMT 06 എന്ന് പറയും. ആ ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. PMT 06. ഓക്കെ. യെസ്. എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്ത് 25th ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് മന്ത് 25. ഓക്കെ. ക്ലിയർ. ഒറ്റ മിനിറ്റ്. ഓക്കെ. നമുക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി 2 മെത്തേഡ് നമുക്കുണ്ട് ഇവിടെ. ഒന്ന് സെൽഫ് അസസ്മെന്റ് ബേസിസും, ഓക്കെ. 2 ഫിക്സഡ് സം മെത്തേഡും. ലോജിക്ക് മനസ്സിലായത് നിങ്ങൾക്ക്? ലോജിക്ക് മീൻസ് QRMB സ്കീം ആണ് എങ്കിൽ അവർ നോർമലി 3B 3 മാസം കൂടുമ്പോൾ ചെയ്യേണ്ടത്. പക്ഷേ ടാക്സ് മന്ത്ലി അടയ്ക്കണം. അത് ഓക്കെ അല്ലേ? ടാക്സ് മന്ത്ലി അടയ്ക്കാൻ വേണ്ടി ഒരു ഫോം ഉണ്ട്, PMT 06. എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്ത് 25th 2 മാസവും 3ാമത്തെ മാസം 3Bയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് അടയ്ക്കാം. ഇനി ആ ഫസ്റ്റ് 2 മാസം ടാക്സ് അടയ്ക്കേണ്ടത് എങ്ങനെയാണ്? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ സെൽഫ് അസസ്മെന്റ് ബേസിസിൽ അടയ്ക്കാം. നമുക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാം? ആ മന്ത് ഇപ്പൊ ഏപ്രിൽ മന്ത് ടോട്ടൽ എത്ര ഔട്ട്പുട്ട് ടാക്സ് വന്നു, ടോട്ടൽ എത്ര ഇൻപുട്ട് ടാക്സ് വന്നു, ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്യുക, ബാക്കി അടയ്ക്കുക. നമ്മൾ സെൽഫായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളായിട്ട് തന്നെ ഒരു എമൗണ്ട് കണ്ടുപിടിച്ച് അടയ്ക്കുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് സം മെത്തേഡ്. കൂടുതൽ ആൾക്കാരും QRB എടുത്തവർ മന്ത്ലി ടാക്സ് അടയ്ക്കുന്നതൊക്കെ ഈ മെത്തേഡ് പ്രകാരമായിരിക്കും. ഫിക്സഡ് സം മെത്തേഡ്. ക്ലിയർ? ഈ മെത്തേഡിന്റെ പ്രത്യേകത, ഇഫ് ദ ടാക്സ് പെയർ ഓപ്റ്റിംഗ് ഫോർ ദിസ് ഓപ്ഷൻ ഇറ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ബൈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആസ് ഫോളോസ്. ഈ മെത്തേഡ് പ്രകാരമാണ് ടാക്സ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട്
ടാക്സ് ലൈബിലിറ്റി അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. നമ്മൾ അടച്ചാൽ മാത്രം മതി. അതായത് അവിടെ പറയുന്ന കേസ് ഇത്രേ ഉള്ളൂ. ബൈ ടേക്കിംഗ് 35% ഓഫ് ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ് ഇൻ റിട്ടേൺ ഫോർ ദ പ്രൊസീഡിങ് ക്വാർട്ടർ. നമ്മൾ ഇതിനു മുമ്പ് ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ ആണ് നമ്മളിപ്പോ നിൽക്കുന്ന ക്വാർട്ടർ അല്ലേ. പ്രീവിയസ് പീരീഡ് ഏതാ? ജനുവരി മുതൽ മാർച്ച് വരെ. ആ പ്രീവിയസ് പീരീഡ് നമ്മൾ ക്വാർട്ടേർലി ആണ് നമ്മൾ ചെയ്ത് പോയിരുന്നതെങ്കിൽ, ആ പ്രീവിയസ് പീരീഡ് നമ്മൾ ക്വാർട്ടേർലി ആയിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ, ലോജിക് ഓക്കെ അല്ലേ? ആയിരുന്നു ചെയ്തതെങ്കിൽ നമ്മൾ ആ പ്രിസീഡിങ് ക്വാർട്ടറിൽ മൊത്തം എത്ര ടാക്സ് പേയ്മെന്റ് ചെയ്തു, ഓക്കെ, അതിന്റെ 35% ഇവിടെ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ ഉണ്ട് ഞാൻ. അതായത് ഇവിടെ ഏപ്രിൽ ജൂൺ എന്ന പ്രിസീഡിങ് ക്വാർട്ടർ, നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വാർട്ടർ ജൂലൈ സെപ്റ്റംബർ ആണ്. എക്സാമ്പിൾ, ഇൻ ദിസ് 3 months ഇൻ അഗ്രിഗേറ്റ് യുവർ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ 3 മാസം നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് 5 ലക്ഷം ഉണ്ടായിരുന്നു, ഇൻപുട്ട് 2 ലക്ഷം ഉണ്ടായിരുന്നു, നെറ്റ് GST നമുക്ക് എത്ര അടച്ചു? 3 ലക്ഷം അടച്ചു. അപ്പോൾ പ്രീവിയസ് ക്വാർട്ടറിൽ മൊത്തം എത്ര ടാക്സ് അടച്ചു, ആ ടോട്ടൽ അടച്ച ടാക്സിന്റെ 35% കാണുക. അത് നമ്മൾ കണ്ട ഓട്ടോമാറ്റിക് വരും ആ ഒരു എമൗണ്ട്. അതായത് ഈ പറയുന്ന 1,05,000 ആയിരിക്കും വരുന്നത്. അപ്പൊ അതാണ് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ജൂലൈ മാസം അടയ്ക്കുക, ഓഗസ്റ്റ് മാസം അടയ്ക്കുക. ക്ലിയർ അല്ലേ? സെപ്റ്റംബർ മന്താകുമ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ആക്ച്വൽ എമൗണ്ട് അറിയാൻ പറ്റും അല്ലേ? കാരണം നമ്മൾ ഫസ്റ്റ് 2 മാസം നമ്മൾ റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ശരിക്കും എമൗണ്ട് അറിയത്തില്ല. നമ്മൾ GSTR 1ഉം 3ഉം ചെയ്യത്തില്ലല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ സെയിൽസ് ടാക്സ് എത്രയാണ്, ശരിക്കും നമുക്ക് എത്ര ഇൻപുട്ട് അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഫസ്റ്റ് 2 months. നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ ടോട്ടൽ അടച്ച എമൗണ്ടിന്റെ ഒരു 35% എന്ത് ചെയ്യുന്നു, ഇപ്പോൾ മന്ത്ലി അടച്ചു പോകുന്നേ ഉള്ളൂ. 3-ാമത്തെ മാസം ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാര്യം 3-ാമത്തെ മാസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? GSTR 1 ചെയ്യും, ദെൻ 3B, ദെൻ നമുക്ക് ആ 3 മാസം ശരിക്കും എത്ര ഇൻപുട്ട് ടാക്സ് അവൈലബിൾ ആയിരുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പൊ ശരിക്കും എത്ര ആയിരുന്നു ഓരോ മാസവും ശരിക്കും ടാക്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെപ്റ്റംബറിൽ ശരിക്കുമുള്ള ടാക്സ് എന്ത് ചെയ്യാം? അടച്ചു പോകാം. ഇൻ കേസ് പ്രീവിയസ് 2 മാസം അടച്ച ഈ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്, ഇതിനേക്കാൾ കൂടുതലാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് സെപ്റ്റംബറിൽ അടച്ചു പോകാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സർ, ഓ പറയൂ. ഹലോ പറയൂ. സർ, ഡൗട്ട് എന്ന് പറഞ്ഞാലേ ഇപ്പൊ ജൂൺ ഉം. ജൂലൈ മാസത്തിൽ സർ 35% പറഞ്ഞില്ലേ? ആ ആ 35% ആക്ച്വലി അത് അടയ്ക്കേണ്ട, അത്ര എമൗണ്ട് അടയ്ക്കേണ്ടായിരുന്നു, കുറച്ച് എമൗണ്ട് അടയ്ക്കേണ്ടതുള്ളൂ. ഓക്കെ. ആ കേസ് ഉണ്ട് സർ, അധികം അടച്ച റീഫണ്ട് കിട്ടും. റീഫണ്ട്. യെസ്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. ഇനി നമുക്ക് ഇതിലെ അതിന്റെ ഇൻട്രസ്റ്റ് കൂടെ ഉണ്ട്. നമുക്ക് ബാക്കി നമുക്ക് ഞാൻ നാളെ പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് നമുക്ക് അടുത്ത് നോക്കേണ്ടത് അതിന്റെ ഒരു ഇൻട്രസ്റ്റിന്റെ കേസ് വരുന്നേ. ഫിക്സഡ് ഫിക്സഡിന്റെ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ. ഓക്കെയാണ്. അതിന് ഇവിടെ പറയുന്ന വേറെ കേസുകളുണ്ട്. അതായത് പ്രീവിയസ് പീരീഡ് മന്ത്ലി ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് പോയിന്റ് കേട്ടോ. നമുക്ക് പ്രീവിയസ് പീരീഡിൽ ക്വാർട്ടേർലി അല്ല മന്ത്ലി ആയിരുന്നു അടച്ചു പോയതെങ്കിൽ ആ മന്ത് എത്ര അടച്ചു അതിന്റെ സെയിം 100% ഇപ്പൊ എന്ത് ചെയ്യുക? മന്ത്ലി അടയ്ക്കുക. അതായത് കേട്ടോ, പ്രിസീഡിങ് മന്ത് ആയിരുന്നുവെങ്കിൽ ആ മന്ത് മൊത്തം 1 ലക്ഷം അടച്ചു. അപ്പൊ ആ 1 ലക്ഷം രൂപ എന്ത് ചെയ്യുക? ഇവിടെ മന്ത്ലി അടച്ചു പോവുക. പ്രീവിയസ് മന്ത് അടച്ച ടോട്ടൽ എമൗണ്ട് ഇപ്പൊ അടച്ചു പോവുക. പ്രീവിയസ് പീരീഡ് QRMB ആയിരുന്നുവെങ്കിൽ ടോട്ടൽ അടച്ചതിന്റെ 35 മന്ത്ലി ഇപ്പൊ അടയ്ക്കുക ഫസ്റ്റ് 2 months. പ്രീവിയസ് പീരീഡ് മന്ത്ലി സ്കീം ആയിരുന്നുവെങ്കിൽ പ്രീവിയസ് ലാസ്റ്റ് മന്ത് എത്ര അടച്ചു ആ സെയിം എമൗണ്ട്
ഇപ്പൊ മന്ത്ലി അടയ്ക്കുക. ക്ലിയർ? ഓക്കെ. ഇവിടെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാല് ഫിക്സഡ് സം മെത്തേഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ പേഴ്സൺ ഹു ഹാവ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഫോർ എ കംപ്ലീറ്റ് ടാക്സ് പീരീഡ് പ്രൊസീഡിങ് സച്ച് മന്ത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ജൂലൈ സെപ്റ്റംബർ ആണ് നിൽക്കുന്നത് അല്ലേ? ഏപ്രിൽ മെയ് ജൂൺ. നമ്മൾ ജൂൺ മാസം 15-ാം തീയതി രജിസ്ട്രേഷൻ എടുത്തു. അതായത് പ്രീവിയസ് പീരീഡിന്റെ ലാസ്റ്റ് മന്ത് ജൂൺ 15-ാം തീയതി GST എടുത്തേ. അപ്പൊ നമ്മൾ അങ്ങനെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ പ്രീവിയസ് മന്താ വരുന്നത് അല്ലേ? ആ പ്രീവിയസ് മന്ത് ഫുള്ള് ടാക്സ് വരുന്നുണ്ടോ? നമുക്ക് ഫുൾ ടാക്സ് വരുന്നില്ല. ഫുൾ പീരീഡ് നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് മന്ത് പകുതിക്ക് വെച്ചില്ലേ GST എടുത്തേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹു ഹാവ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഫോർ എ കംപ്ലീറ്റ് ടാക്സ് പീരീഡ് പ്രൊസീഡിംഗ് ദ സച്ച് മന്ത്, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ട് മന്ത് QRMBയിലെ ഈ ഫിക്സഡ് സം മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം? സെൽഫ് അസസ്മെന്റ് മെത്തേഡ് നിർബന്ധമായി അപ്ലൈ ചെയ്യേണ്ടി വരും. Complete tax period means a period in which such person is registered from the first day of the tax period till the last day of such month. ഇപ്പൊ ഏത് ഡേ ആണ് GST എടുത്തത് അന്ന് മുതൽ ആ മന്ത് ലാസ്റ്റ് ഡേ വരെ. ക്ലിയർ? ഓക്കെ. Example, a person registered on March 15th cannot opt to pay tax under QRB April June കേട്ടോ. മാർച്ച് 15-ാം തീയതി GST എടുത്തെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഏപ്രിൽ ജൂണിക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കനോട്ട് ഓപ്റ്റ് ടാക്സ് അണ്ടർ ദിസ് മെത്തേഡ് കേട്ടോ. ക്ലിയർ അല്ലേ? as March is not complete tax period. അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇൻട്രസ്റ്റിന്റെ കേസ് ഉണ്ട്. ഇൻട്രസ്റ്റ് കേസ് വേറെ ഒന്നുമല്ല. അതായത് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് ആണെങ്കിൽ ഇപ്പൊ സെൽഫായിട്ട് നമ്മൾ ആ മെത്തേഡ് അപ്ലൈ ചെയ്തു. അപ്പൊ ആ മെത്തേഡ് ആകുമ്പോൾ ഇൻ കേസ് നമ്മൾ അടച്ച എമൗണ്ടിനേക്കാൾ കൂടുതലാണ് ശരിക്കും വന്ന എമൗണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി വന്ന എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് സെക്ഷൻ 50 പ്രകാരം അടയ്ക്കണം. മീൻസ് 18% ഇൻട്രസ്റ്റ് വരും. അത് അടയ്ക്കേണ്ടി വരും. ക്ലിയർ? ഓക്കെ. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഈച്ച് മന്ത് ഫ്രം ദ ഡ്യൂ ഡേറ്റ് 25th നെക്സ്റ്റ് മന്ത് ടിൽ ആക്ച്വൽ പേയ്മെന്റ്. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ, ഇപ്പൊ ഏപ്രിൽ മന്തിന്റെ ടാക്സ് ആണ് എന്നടച്ച് നമ്മൾ മെയ് 25th അല്ലേ? അപ്പൊ അന്ന് അടച്ച എമൗണ്ട് കുറവായിരുന്നുവെങ്കിൽ ബാക്കി എത്ര ഉണ്ട് ആ എമൗണ്ട് 25th മുതൽ എന്ത് ചെയ്യുക? ഡേ കൗണ്ട് ചെയ്യുക. എന്ന് അടച്ചു ശരിക്കുള്ള എമൗണ്ട് ആ ഡേ കൗണ്ട് ആക്കി എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യുക. എന്നാൽ പക്ഷേ ഫിക്സഡ് സം മെത്തേഡ് ആണെങ്കിൽ വൈൽ ദ റിട്ടേൺ 3B ഫർണിഷ്ഡ് ഇൻ ഫൗണ്ട്, അതായത് ഫിക്സഡ് സം മെത്തേഡ് എന്ന് പറയുമ്പോൾ അവരായിട്ട് പറയുന്ന എമൗണ്ടിലും അടയ്ക്കുന്നേ, നമ്മളായിട്ട് നമ്മൾ അടയ്ക്കുന്നല്ലോ. അതുകൊണ്ട് എന്തില്ല? അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. ക്ലിയർ? നോ ഇൻട്രസ്റ്റ്. പക്ഷേ നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് ആ 3 മാസം കഴിയുമ്പോൾ 3Bക്കകത്ത് നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ 22nd അല്ലേ, or 23rd ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ഓക്കെ അല്ലേ? ദെൻ ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഓ പറയൂ. ആ ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടോ സർ? 18% സെൽഫ് അസസ്മെന്റ് പ്രകാരം നമുക്ക് 18% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആ ഇൻട്രസ്റ്റ് നമുക്ക് റിട്ടേണബിൾ ആണോ? തിരിച്ചു കിട്ടോ? ഒരിക്കലും ഇല്ല. ഇൻട്രസ്റ്റ് നമുക്ക് നമ്മൾ തെറ്റുകൊണ്ടല്ലേ മേടിക്കുന്നേ, തിരിച്ചിട്ടതില്ല. ക്ലിയർ? അത് സെൽഫ് അവര് പറയുന്ന 2 മെത്തേഡ് അല്ലേ? സെൽഫ് അസസ്മെന്റും മറ്റേ നമ്മുടെ ഈ ഫിക്സഡ് മെത്തേഡും. അതെ. നമ്മൾ അപ്പൊ സെൽഫ് അസസ്മെന്റ് യൂസ് ആക്കിയിട്ട് പ്രീവിയസ് പീരീഡിൽ നമുക്കൊരു 1 lakh ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഈ മന്ത് നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് എന്ന് കരുതിയിട്ട് നമ്മൾ വെറും ഒരു 10,000 കാണിച്ചു പോയാലോ? അല്ലേ? അപ്പൊ ശരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഇല്ലേ ആൾക്കാര്? അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മൾ സെൽഫ് ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ പറയുന്നത് എന്താണ്? 35 ആ മെത്തേഡ് ആണെങ്കിൽ അല്ലേ, അതാണെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. ആ 35 വന്ന എമൗണ്ട് വളരെ കുറവാണെങ്കിലും പ്രശ്നമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ക്ലിയർ അല്ലേ? റെക്കമെൻഡ് ചെയ്യുന്നത് 35% ആണ് GST ഓഫീസേഴ്സ്. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വന്നെങ്കിലും പ്രോബ്ലം ഇല്ല, ഇൻട്രസ്റ്റ് വരത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ സർ, ക്ലിയർ സർ. ഓക്കെ, ശരി. അതുകൊണ്ട് എല്ലാവരും കൂടുതലും എന്താ ചെയ്യുന്നത്? ഫിക്സഡാ ചെയ്യുന്നത് കേട്ടോ, സെൽഫ് അസസ് ചെയ്യാറില്ല. ഓക്കെ, ശരി. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് കേസ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതായത് നോക്കി ഇവിടെ, അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫസ്റ്റ് ജൂൺ മാർച്ച് നമ്മുടെ ഇതല്ലല്ലോ,
പ്രിസീഡിങ് ക്വാർട്ടർ ആണ് വരുന്നത്. സോറി, ജൂൺ അല്ല, ഏപ്രിൽ ടു മാർച്ച് ആണ്. ഓക്കെ, ഏപ്രിൽ ടു മാർച്ച് പ്രിസീഡിങ് ക്വാർട്ടറാണ് വരുന്നത്. ഇപ്പൊ ഏപ്രിൽ ടു മാർച്ച് നമ്മുടെ ടോട്ടൽ അടച്ച എമൗണ്ട് 3 ലക്ഷം വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി ഏപ്രിൽ ജൂൺ ആണ് നമ്മുടെ കറണ്ട് ക്വാർട്ടർ. അപ്പോൾ എത്ര എമൗണ്ട് വരും? കറണ്ട് ക്വാർട്ടർ ആകുമ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. മൊത്തം നമ്മൾ എത്ര പെയ്ഡായി? 35 ഇല്ലേ? 35 അടച്ചു. ശരിക്കും അടയ്ക്കേണ്ടത് 120 ആയിരുന്നു. അപ്പൊ എത്ര വ്യത്യാസം വന്നു? 15. എന്ന് അടച്ചു? ജൂലൈ 22. അപ്പോ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? നോർമലി ഫിക്സഡ് സമ്മിന് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ജൂലൈ 22 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡ്യൂ ഡേറ്റ് ആണ്, അപ്പൊ അതിനും ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഇവിടെ ആണെങ്കിലോ, സെക്കൻഡ് കേസ് ആണെങ്കിലോ എന്നാ ചെയ്തേ? ജൂലൈ 25 ആണ് അല്ലേ? അപ്പോൾ 3B ലേറ്റ് ആയി ചെയ്തു. എത്ര ദിവസം ലേറ്റ് ആയി? ജസ്റ്റ് ഒരു 3 ഡേയ്സാ അല്ലേ? 3 ഡേയ്സ് അല്ലേ? അപ്പൊ 3 ഡേയ്സിന് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. അത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ മാസം 3B ലേറ്റ് ആയാൽ ആ 3 ഡേന്റെ ഇൻട്രസ്റ്റ് എന്ന് മുതൽ കൗണ്ട് ചെയ്യും? ഏത് മന്താണോ ലേറ്റ് ആയത് ആ മന്തിന്റെ ഡ്യൂ ഡേറ്റ് മുതൽ കൗണ്ട് ചെയ്യും. അതായത് മെയ് അല്ലേ? മെയ്യിന്റെ ടാക്സ് ഇത് ശരിക്കും അടയ്ക്കേണ്ടത് എന്നായിരുന്നു? ജൂൺ അല്ലേ? മെയ് ജൂൺ 25 വരുന്നേ അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ജൂൺ 25 മുതൽ ജൂലൈ 25 അടച്ചേ 1 മന്ത് അല്ലേ? 30 ദിവസം അല്ലേ? യെസ്. അപ്പോ ഈ എത്ര ഡിഫറൻസ്? 10,000 ഇൻറ്റു 18% ഇൻറ്റു 30/365. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും ആ 30 ദിവസത്തെ കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ജൂൺ മന്ത് വരുന്നില്ല. ഓക്കെ, ഇത് റെഡി അല്ലേ? ഇൻട്രസ്റ്റ് ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? നോ സർ. ഓക്കെ. സോ തേർഡ് മന്ത് നമുക്ക് എന്ത് വരുന്നില്ല? തേർഡ് മന്ത് ആകുമ്പോൾ നമുക്ക് ആക്ച്വൽ ടാക്സ് ഷാൾ ബി പെയ്ഡ് അല്ലേ? സെലോൺ വിത്ത് 3B. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. നോട്ട്സ് അയച്ചേക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ബാക്കി നമുക്ക് നാളെ പഠിക്കാം. നമുക്ക് റിട്ടേൺ ഫോം ഇത്രയേ ഉള്ളൂ. ഏകദേശം നമുക്ക് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയി. 1 3B അത് നോർമലി പറഞ്ഞു, QRB പറഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്. ബാക്കി നാളെ പഠിക്കാം.